ക്ഷേത്രപ്രദക്ഷിണം. പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരത്തിനും പ്രത്യേക അർത്ഥമുണ്ട്. പ്ര എന്ന ശബ്ദം എല്ലാ ഭയത്തെയും ദൂരീകരിച്ച് മനസ്സിന് ശാന്തി ഉണ്ടാക്കുന്നു. മോക്ഷം പ്രദാനം ചെയ്യുന്ന ശബ്ദമാണ് ധ. ക്ഷി എന്ന ശബ്ദം ചെയ്തുപോയ സകല പാപങ്ങളെയും രോഗങ്ങളെയും കഴുകിക്കളയുന്നു. ന എന്ന ശബ്ദം എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നു. കുളിച്ച് ഭസ്മധാരണം നടത്തി ശുഭവസ്ത്രമോ മുക്കിയെടുത്ത വസ്ത്രമോ ധരിച്ച് അതാത് ദേവൻ്റെ നാമ ഉച്ചാരണത്തോടെ ക്ഷേത്രഗോപുരത്തിൽ എത്തുന്ന ഭക്തൻ ദേവൻ്റെ പാദമായ ഗോപുരത്തെ വന്ദിച്ച് ഉള്ളിൽ കടക്കണം. വലിയ ബലിക്കല്ലിൻ്റെ അടുത്ത് എത്തിയ ശേഷം ദേവനെ സ്മരിച്ച് തൊഴുത് ദേവനെ വലത്താക്കിക്കൊണ്ട് നാലമ്പലത്തിനു ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ കൂടെ പ്രദക്ഷിണം വയ്ക്കണം. ഈ അവസരത്തിൽ പ്രധാന ദേവന് പുറത്തുകൂടി ചെയ്യുന്ന പ്രദക്ഷിണത്തിൻ്റെ 3 ഇരട്ടി ഫലം കിട്ടുന്നതാണ്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുകൂടി പ്രദക്ഷിണം വെച്ചാൽ 4 ഇരട്ടിയും മൈതാനത്തെ പ്രദക്ഷിണം വെച്ചാൽ 5 ഇരട്ടിയും ഫലം ലഭിക്കുമെന്ന് പറയുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന് ചുറ്റുമായാൽ 100 ഇരട്ടി ഫലം കിട്ടും. പുറത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് ബലിക്കല്ലിൻ്റെ ഇടതുവശത്ത് വന്ന് തൊഴുതു വേണം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. പ്രദക്ഷിണത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത 4 അംഗങ്ങളുണ്ട്. ഓരോ കാലടി ചേർത്ത് വെച്ച് നീളം അളക്കുന്ന മാതിരി നടക്കുക. കൈകൾ ചലിപ്പിക്കാതെ ഒരു താമരമൊട്ട് പോലെ മാറോട് ചേർത്ത് വെച്ച് തൊഴുക. വാക്കുകൾ കൊണ്ട് ദേവനാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. ഹൃദയത്തിൽ ദേവനെ ധ്യാനിക്കുക എന്നിവയാണവ. പ്രസവമെടുത്ത ഒരു സ്ത്രീ എണ്ണ നിറച്ച കുടം തലയിലേന്തി സാവധാനം നടക്കുന്നത് പോലെയാവണം പ്രദക്ഷിണം എന്നും വിധിയുണ്ട്. ഗണപതിക്ക് 1, സൂര്യന് 2, ശിവന് 3, വിഷ്ണുവിനും ദേവിക്കും 4, അരയാലിന് 7 എന്നിങ്ങനെയാണ് പ്രദക്ഷിണത്തിൻ്റെ എണ്ണം. സ്വയംഭൂ ആഗമത്തിൽ 21 പ്രദക്ഷിണവും ഉത്തമമാണെന്ന് പറയുന്നു. മറ്റൊരു വിധി അനുസരിച്ച് ഗണപതിക്ക് 1, ആദിത്യനും കാളിക്കും 2, ശിവന് 3, വിഷ്ണുവിന് 4, ശാസ്താവിന് 5, സുബ്രഹ്മണ്യന് 6, ദുർഗയ്ക്കും ആൽമരത്തിനും 7 വീതം പ്രദക്ഷിണങ്ങളാകാം. സൂര്യോദയം മുതൽ അസ്തമനം വരെ ഇടവിടാതെ നടത്തുന്ന പ്രദക്ഷിണത്തിൽ സകല ആഗ്രഹങ്ങളും സാധിക്കുന്നു എന്നാണ് വിശ്വാസം. ശിരസ് ശ്രീകോവിലിനടുത്തേക്കും കാലുകൾ ദൂരത്തേക്കും വെച്ചുകൊണ്ട് നിലത്ത് കിടന്ന് ഉരുണ്ട് ചെയ്യുന്ന പ്രദക്ഷിണമാണ് ശയന പ്രദക്ഷിണം. രാവിലെ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് രോഗശമനവും, ഉച്ചയ്ക്ക് ചെയ്യുന്നവർക്ക് സർവാഭിഷ്ടസിദ്ധിയും, വൈകുന്നേരം ചെയ്യുന്നവർക്ക് സർവ്വ പാപ പരിഹാരവും, അർദ്ധരാത്രി ചെയ്യുന്നവർക്ക് മോക്ഷവും കൈവരുന്നു.